Jonathan, Team Teddy, Jonathan, Taka Teddy, Jonathan. അല്ല വൃന്ദ ജ്യൂസ് കുടിച്ചില്ലല്ലോ? കുടിക്കാം. വൃന്ദേ, ഹായ് യേസിഫ് സാറേ. ഞങ്ങള് കഞ്ഞിയിൽ വീണ പാറ്റകളായോ സാറേ? അല്ല നിങ്ങൾ എന്താ ഇവിടെ? അല്ല സാർ, ഇവളെയും കൂട്ടിക്കൊണ്ട് ആരതിയുടെ താമസ സ്ഥലത്തേക്ക് പോണെന്ന് ഒരു വാക്ക് പറയാത്തത് എന്തായിരുന്നു സാർ? വൃന്ദയെ വിളിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? ഞങ്ങൾ അറിഞ്ഞില്ല. ഓഫീസിൽ ചെന്നപ്പോ എസ് ഐ സാറ് പറഞ്ഞ ഞങ്ങൾ അറിഞ്ഞേ. വൃന്ദേ, എത്ര നേരമാണ് ഞങ്ങൾ നിന്നെ അവിടെ കാത്തു നിൽക്കുന്നു. ACP സാറിന്റെ കൂടെ നീ പോകുന്നതിനോട് ഞങ്ങൾക്കാർക്കും എതിർപ്പൊന്നുമില്ല. ആ കാര്യം നിനക്ക് ഞങ്ങളോടൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? നീ കോൾ എടുത്തില്ലായിരുന്നല്ലോ. അല്ല, ഞങ്ങൾ വിളിച്ച കോൾ എടുക്കരുതെന്ന് സാർ നിന്നോട് പറഞ്ഞോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വിളിച്ച സമയത്തെ ചിലപ്പോ റേഞ്ച് കിട്ടാതെ പോയിട്ടുണ്ടാവും. അല്ല, കുറച്ച് സമയത്തേക്ക് ആരുടെയും കോൾ എടുക്കണ്ടെന്ന് സാർ എന്നല്ലേ പറഞ്ഞേ? ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് താൻ എന്തിനാ ഇവരോട് പറഞ്ഞത്? അത് പിന്നെ സത്യം മാത്രല്ലേ നമ്മൾ പറയാൻ പാടുള്ളൂ. കള്ളം പറയുന്നത് പാപമല്ലേ സാർ? അല്ല സർ, ഇവൾക്ക് ആ സ്ഥലം അറിയാന്നല്ലാതെ ആരതി താമസിച്ചിരുന്ന വീട് കൃത്യമായിട്ട് അറിയില്ല. വൃന്ദയ്ക്ക് അറിയാന്നല്ലേ പറഞ്ഞത്? കണ്ടാൽ അറിയാന്നാ പറഞ്ഞത്. വീട് കണ്ടാലല്ലേ അറിയൂ. വീടിന്റെ വഴി അറിയണ്ടേ? അങ്ങോട്ടിപ്പോ പോയിട്ടും കാര്യമില്ല സർ. ഓ, അതെന്താണാവോ? അവിടെ ആരതി ഇല്ല. ആ വീട്ടിൽ നിന്ന് ആരതി താമസം മാറിപ്പോയി. അതുകൊണ്ട് ആരതി നാളെ ഞങ്ങളെ കാണാൻ ഹോസ്റ്റലിൽ വരും. അപ്പോ സാറിന് നേരിട്ട് കാണാലോ. ആ അതെ അതെ, വെറുതെ പെട്രോൾ അടിച്ച് പാഴാക്കി അത്രയും ദൂരം പോണ്ടല്ലോ. സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ എവിടെ പോണം പോണ്ടാന്ന് നിങ്ങൾ പറയണ്ട. എന്നെ കുറിച്ച് നിങ്ങളൊക്കെ എന്താ കരുതിയേ? സാർ ഒരു ബുദ്ധിമാനായ പോലീസ് ഓഫീസറാന്നാ കരുതിയത്. തമാശ. അതെപ്പോഴും എനിക്ക് ഇഷ്ടമായിന്ന് വരില്ല. പോലീസിനെ കുരങ്ങളിപ്പിക്കാന്ന് വല്ല മോഹം ഉണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് മാറ്റിക്കോ. ആരതി നാളെ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ആരതി നാളെ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. നിങ്ങൾ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അതിനാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത്. ഒരു രക്ഷയില്ല. ACP ഉടുമ്പിനെ പോലെ നമ്മളെ പിടികൂടിയിരിക്കുകയാണല്ലോ. ഇത് ഉടുമ്പല്ല, ഞണ്ട. ഭവതി വല്ലതും ഒഴിഞ്ഞോ? ഡ്യൂട്ടിയില് സർ വിട്ടുവീഴ്ചയില്ലെന്ന് പറയുമായിരുന്നു. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. എന്റെ അന്വേഷണം ശരിയായ വഴിക്കാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നെ വഴിതെറ്റിക്കാൻ നിങ്ങളല്ല, നിങ്ങളുടെ പൂർവികന്മാര് വിചാരിച്ചാൽ പോലും നടക്കില്ല. അതിന് ഞങ്ങളുടെ പൂർവികരാരും ജീവിച്ചിരിപ്പില്ല സാർ. ഈ ഓവർ സ്മാർട്ട് അവിടെ എത്തുമ്പോഴും ഉണ്ടാവണം. അല്ല, ഞങ്ങൾ എന്തിനാ വരുന്നത്? നിങ്ങളെല്ലാരും വന്ന സ്ഥിതിക്ക് ഇനി രാജപുരത്തേക്കുള്ള യാത്ര ഒന്നിച്ചാവും. അല്ല, നിങ്ങളാരും ടെൻഷൻ ആവണ്ട. നിങ്ങൾ പറഞ്ഞ കാര്യം കൃത്യമാണെങ്കിൽ
രാജപുരത്തേക്ക് പോകുന്നതിന് ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ. എന്താ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടോ? ഏയ്, ഞങ്ങൾക്കാർക്കും ടെൻഷൻ ഇല്ല. എന്നാ രാജപുരത്തേക്ക് പുറപ്പെടാം. സർ, ഞാൻ ഫ്രണ്ട്സിനോട് വന്നോളാം. ഏയ് അത് വേണ്ട, നീ ഞങ്ങളുടെ കൂടെ വന്നാ സാറ് പിന്നെ ഒറ്റയ്ക്കായി പോകത്തില്ലേ? പോവേണ്ടി വരുമല്ലോ. ACPക്ക് സംശയം തോന്നാതിരിക്കാനേ ഇപ്പൊ കൂടെ പോകുന്നതാ നല്ലത്. ബാക്കി കാര്യം നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം. വെറുതെ ഒന്ന് വണ്ടി കയറും. സർ, ഞാൻ ഇവരുടെ കൂടെ വന്നോളാം. അത് വേണ്ടടി, നീ സാറിനൂടെ വന്നാ മതി. പാവ സാറ് ബോറടിച്ച് ബാറി കയറേണ്ട അവസ്ഥയാവും. നീ ACP സാറിന്റെ കൂടെ വന്നോ? വൃന്ദയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോടൊപ്പം വരണമെന്നില്ല. യാത്ര ഫ്രണ്ട്സിനോടൊപ്പം ആയിക്കോ. രാജപുരത്തെത്തിയ നിങ്ങൾ എനിക്ക് ആ വീട് കാണിച്ചു തരണം. ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. പൊക്കോളൂ, പൊയ്ക്കോളൂ. നടക്ക്.